ഉണ്ണിത്താൻ, താങ്കളുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇനി ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നു, ഇനിയിപ്പോൾ ഏഴാം മാസത്തിൽ ഈ കുഞ്ഞിന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്താണ് ചെയ്യാൻ കഴിയുക, എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന ചോദ്യമുണ്ട്. അവിടെ നമുക്ക് ഈ അബോർഷൻ പോലെയുള്ള കാര്യങ്ങളിൽ വലിയ നിയമപ്രശ്നമായ അതിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും നിയമപരിരക്ഷ എന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഇതിനൊരു ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന ഗണത്തിൽ ഈ പ്രശ്നത്തെ നമുക്ക് പെടുത്താൻ കഴിയുമോ? നേരത്തെ ഈ വൈകല്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. തീർച്ചയായിട്ടും നമുക്ക് 2 ആക്റ്റുകളാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. ഒന്ന്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ MTP ആക്ട് ഉണ്ട്. അതായത് അബോർഷൻ നിയമം. വളരെ കൃത്യമായി തന്നെ നിയമത്തിൽ പറയുന്ന കാര്യമാണ്, കുഞ്ഞിന് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ അപകടമാണ്, അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ക്രോമോസോമൽ ഡിഫക്ട്സ്, എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കേണ്ടായിരുന്നു. അങ്ങനെ 4 ഈ കാര്യങ്ങൾ കൃത്യമായി രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ പറയുകയാണ് ഇത് ഗർഭം തുടരുന്നത് കുഞ്ഞ് കൃത്യമായിട്ടൊരു അവസ്ഥയിലല്ല കിട്ടുന്നത് എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അബോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ റേപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്തുമുള്ള കുഞ്ഞുങ്ങളെയും നമുക്ക് അബോർട്ട് ചെയ്യാൻ തീരുമാനിക്കാം. അല്ലെങ്കിലും ഞാൻ അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്ന് പറയുന്ന സമയത്തും നമുക്ക് അബോർഷൻ റൈറ്റ് ഉണ്ട്. പക്ഷേ അബോർഷന് വേണ്ടി ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ എന്തോ വലിയൊരു കുറ്റം ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നൊരു സംഗതി. അപ്പോൾ അബോർഷൻ ഇവിടെ ഈ ഒരു കേസിൽ 5-ാം മാസത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ 6 മാസം വരെ യാതൊരു പ്രശ്നവുമില്ലാതെ തന്നെ ഈ ആക്ട് പ്രകാരം തന്നെ അബോർഷൻ ചെയ്യാൻ സാധിക്കുന്ന എല്ലാവിധ അനോമലീസും ഈ കുഞ്ഞിന് ഉണ്ടായിരുന്നു. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് സ്കാനിങ്, ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ ഒരു ഫീറ്റൽ സ്കാനിങ് ആ രീതിയിലുള്ളത് ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള നാട്ടിലാണല്ലോ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ സ്കാനിങ്ങിലേക്ക് നിർദ്ദേശിക്കുകയും അത് കണ്ടെത്തി മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. അതായത് പ്രഗ്നൻസി കൊണ്ടുപോകാതെ ഈ കാര്യങ്ങൾ അബോർഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ 7-ാം മാസത്തിലെ പ്രഗ്നൻസി ആണെങ്കിൽ പോലും ചില കേസുകളിൽ കോടതി ഇടപെട്ടുകൊണ്ടും അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരമൊക്കെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന രീതിയിൽ കുഞ്ഞിൻ്റെ ജീവിതം വളരെ ദുരിതപൂർവ്വം അല്ലെങ്കിൽ അത്രമാത്രം ഡിഫക്റ്റുകളുള്ള അവസ്ഥയൊക്കെ ആണെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ജനിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, അവർ ജീവിക്കുന്നുണ്ട്, അവരുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കുഞ്ഞെന്ന നിലയിൽ നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈകല്യമുള്ള കുഞ്ഞ് എന്നാണ്. പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് എന്നാണ് ആ കുഞ്ഞിനെ കാണേണ്ടത്. ഇനി ആ കുഞ്ഞിനെ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. കുഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ആ റൈറ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. പക്ഷേ ഇവിടെ കൃത്യമായ ഒരു നെഗ്ലിജൻസ് ഞാൻ കാണുന്നുണ്ട്. അതായത് പണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ 304A കൃത്യമായി തന്നെ നെഗ്ലിജൻസ് എന്ന് പറയുകയും അതിൽ എല്ലാതരം നെഗ്ലിജൻസുകൾ അതിൽ വരികയും ചെയ്യുമ്പം വളരെ നിസ്സാരമായിട്ടാണ് മെഡിക്കൽ നെഗ്ലിജൻസ് അതിൻ്റെ ഉള്ളിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനെ മാറ്റി ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ പീനൽ കോഡ് വന്ന സമയത്ത് ഡോക്ടർമാർ പ്രൊട്ടക്ഷൻ നടത്തിയല്ലോ അവരുടെ നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ അന്ന്. ഈ ആക്റ്റിൽ നിന്നും ഡോക്ടർമാരുടെ റൈറ്റ്, അതായത് മെഡിക്കൽ നെഗ്ലിജൻസ് ക്രിമിനൽ നെഗ്ലിജൻസ് തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ 5 വർഷം നിർബന്ധമായി തന്നെ ഇംപ്രസ്മെൻറ്റ് പോകുന്ന അവസ്ഥയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. എന്തിനാണ് ഒരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്? ഇവിടെ ഒരു പ്രോപ്പർട്ടിക്കോ അതല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനോ വലിയ നഷ്ടവും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഭീകരമായി തന്നെ, ഇപ്പോൾ ഫോർസെപ്സ് ഒക്കെ മറന്നു വെച്ചിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡോക്ടേഴ്സ്, അത് സ്റ്റാൻഡേർഡ് ഓഫ് മെഡിക്കൽ കെയർ കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് പണിഷ്മെൻറ്റ് കൂട്ടിയിട്ടുള്ളത്. ഡോക്ടേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ കൂണ് പോലെയാണ് നമ്മുടെ നാട്ടിലെ സ്കാനിങ് സെൻറ്റേഴ്സ് ഉള്ളത്. ഇപ്പം ഞാൻ തന്നെ സ്കാനിങ്ങിന് പോയിട്ടുണ്ട്. സ്കാനിങ്ങിന് പോകുമ്പോൾ നമ്മൾ കാണുന്ന സംഗതി ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നു, പെട്ടെന്ന് സ്കാൻ ചെയ്യണം. നമുക്ക് ചില സംശയങ്ങളുണ്ട്, അത് ചോദിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ദേ നോക്ക്, ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് മാറ്റി വയ്ക്കുന്നു. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുക പോലുമില്ല, കണ്ണൊക്കെ തെളിയാതെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം അത്
കൂടെയുള്ള ബന്ധുവിനെ അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഡോക്ടറാണ്, ഞാൻ റേഡിയോളജിസ്റ്റ്. നേരത്തെ അവർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഡോക്ടറാണോ റേഡിയോളജിസ്റ്റാണോ എനിക്കറിയില്ല. റേഡിയോളജിസ്റ്റ് ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഡോക്ടർ എന്ന പോസ്റ്റ് ഉണ്ട്, മെഡിക്കൽ പ്രാക്ടീഷണർ ആണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതൊന്നും ഇല്ല, ആ ബേസിക് അറിവ് പോലും ഇല്ല. ഇപ്പോൾ നമ്മളുടെ ചർച്ചയിലിരിക്കുന്ന ഡോക്ടർ നേരത്തെ സംസാരിച്ച ഈ കാര്യങ്ങൾ വഴി കേരളത്തിൽ എത്ര സ്ത്രീകൾക്കറിയാം. എല്ലാവരും ഈ കണ്ടുകാണപ്പെടുന്ന മനുഷ്യർ മുഴുവനും അമ്മമാർ പ്രസവിച്ചുണ്ടായതല്ല, നമ്മൾ ക്ലോൺ ചെയ്യപ്പെട്ടുണ്ടായതോ ടെസ്റ്റ് ശിശുക്കളോ ഒന്നുമല്ല. അപ്പോൾ ഇത്രയും ആളുകൾ ഇടപെടുന്ന ഒരു, അല്ലെങ്കിൽ പ്രസവം എന്നുള്ളത് മെഡിക്കലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രമാത്രം സംവിധാനവും ഒരു പ്രസവത്തിനും സിസേറിയന് ലക്ഷം വരെ എത്തുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രമാത്രം സ്കാനിങ്ങിലൂടെ കടന്നു പോവുകയും ഓരോ സമയത്തും എനിക്ക് പ്രശ്നമുണ്ടോ, എൻ്റെ കുഞ്ഞിന് പ്രശ്നമുണ്ടോ എന്ന് ആദ്യമോടെ ചോദിക്കുന്ന ഒരു സ്ത്രീയുടെ ആ ചോദ്യങ്ങളെ കൃത്യമായി നോക്കേണ്ടുന്ന ഒരാൾ. കാരണം എന്താ, ഈ ആക്റ്റിൽ പറയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനമാണ്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരു ലൈബിലിറ്റി ഉണ്ട്, ഒരു ഡ്യൂട്ടി ഉണ്ട്. അവർക്ക് നമുക്ക് വേണ്ട കെയർ പ്രൊട്ടക്ഷൻ തരേണ്ട ഡ്യൂട്ടി ഉണ്ട്. അത് ചെയ്യേണ്ട ആൾ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അത് ചെയ്യാതെ നെഗ്ലിജൻസ് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരുടെ ഭാഗത്താണ് നെഗ്ലിജൻസ്? തർക്കമാണ്. ഷെയർഡ് നെഗ്ലിജൻസ് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഡോക്ടർക്ക് എന്തുകൊണ്ടാണ് സ്കാനിങ് ചെയ്യണം തോന്നിയത്? അവിടെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് സ്കാനിങ് ചെയ്യണം തോന്നുന്നത്. കുഞ്ഞിന് വളർച്ച കുറവുള്ളതുകൊണ്ട് മരുന്ന് കൊടുത്തുന്നു ഒരു ഡോക്ടർ, സ്കാനിങ് നിർദ്ദേശിക്കുന്നു, സ്കാനിങ് റിപ്പോർട്ട് വഴി അടുത്ത ഡോക്ടറെത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഡോക്ടറെ മാറി മറ്റൊരു ഡോക്ടർക്ക് അടുത്തേക്ക് വരുമ്പോൾ എന്നെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നില്ല, എൻ്റെ കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്, എൻ്റെ വയറ്റിൽ വെള്ളം കൂടുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്, 2 പ്രസവം കഴിഞ്ഞ പോലെയല്ല 3ാമത്തെ പ്രസവം എന്ന് ഈ അമ്മ ആദ്യമോടെ പറയുമ്പോൾ എന്ത് നിസ്സാരവൽക്കരിച്ചിട്ടോ, അല്ലെങ്കിൽ അത് തിരക്ക് ഒക്കെ കാര്യങ്ങൾ പറയുന്ന സംഗതി. പക്ഷേ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നതിൻ്റെ ഇടയിൽ നെഗ്ലിജൻസ് വരാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആക്റ്റുകൾ സ്ട്രിങ്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇനിയും, അതായത് നമ്മുടെ നാട്ടിലെ സാധ്യതകൾ വളരുന്നതനുസരിച്ച് നിയമവും വളരേണ്ടതുണ്ട്. നിയമത്തിന് പോരായ്മകളുണ്ട് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അപ്പോൾ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ നിയമപരമായി എന്ത് പരിരക്ഷയാണ് സുറുമിക്ക് കിട്ടാൻ പോകുന്നതെന്നാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇനി തുടർ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യമുണ്ട്. അവരനുഭവിച്ച വേദന, അതിന് എന്ത് പരിഹാരം എന്ന ചോദ്യമുണ്ട്. അവർക്ക് ഈ ഉണ്ടായിട്ടുള്ള നഷ്ടം, അവരുടെ സ്വപ്നത്തിന് മേലാണല്ലോ ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഒരു കുഞ്ഞെന്ന്. അപ്പോൾ അതിന് എന്ത് പരിഹാരം എന്ന ചോദ്യമുണ്ട്. എന്താണ് നിയമപരമായ സാധ്യതകൾ, ഇനി വഴികൾ മുന്നിലുള്ളത്? തീർച്ചയായിട്ടും അവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാവിധ പ്രൊട്ടക്ഷൻസും കിട്ടേണ്ട ഒരാളാണ്. നെഗ്ലിജൻസ് ഉണ്ട് എന്ന് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. FIR ഇട്ട് കാണും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവരതിന് വേണ്ടുന്ന നിയമപരമായി മുന്നോട്ട് പോകണം. ഇതിലൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്, നിയമമുണ്ട്, പക്ഷേ ആരാണ് ഇവർക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ എൻ്റെ നേരെ ഒരാൾ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു FIR ഇട്ട് കേസ് അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് അതിന് വേണ്ടുന്ന ചിലപ്പോൾ കോമ്പൻസേഷൻ അവാർഡ് ചെയ്യില്ല, കുഞ്ഞിന് വേണ്ടുന്ന മറ്റ് സംഗതികൾ അവാർഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ആരാണത് കൊടുക്കേണ്ടത്? ഈ സർവൈവ് ചെയ്യുന്ന ആൾക്ക് വേണ്ടുന്ന, വിക്ടിമിന് വേണ്ടുന്ന പ്രൊട്ടക്ഷനും അതിൻ്റെ വേണ്ടുന്ന ഇതൊക്കെ ആര് ചെയ്യും? ആ ഒരു ജസ്റ്റിസിലേക്ക് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്യൂമർ ബോർഡിനെയും മറ്റു കാര്യങ്ങളൊക്കെ സമീപിക്കുന്നു. അപ്പോൾ പുതിയ കൺസ്യൂമർ നിയമമാണെങ്കിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കുറേ മറ്റ് വശങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അത് വെളിവാക്കി പറഞ്ഞാൽ ഉണ്ടാകുന്ന ചില നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമല്ല, നെഗറ്റീവായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് വരുമെന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം എനിക്ക് ആ സ്ത്രീയെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ള അഡ്വക്കേറ്റ്സിന് അറിയാം അതെന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫോറങ്ങളിൽ പോയി ഇവർ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇവരുടെ വക്കീൽ ഫീസ് തൊട്ട് ഈ ഫോറങ്ങളിൽ കയറി ഇറങ്ങാനുള്ള ഇവരുടെ യാത്രാ ചെലവ് തൊട്ട് ഒരു ദിവസം മുഴുവനും കോടതിയിൽ നിൽക്കേണ്ടി വരികയാണെങ്കിൽ അത് എവിഡൻസിൻ്റെ കാര്യങ്ങൾ ഇതിന് നമുക്കൊരു പ്രൊട്ടക്ഷനോ ഇതിന് സാധ്യതയില്ല. എന്നാൽ അതേസമയം മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, അതായത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നത് ആരാണ്? അവർക്ക് വേണ്ടി IMA ആണ് ചിലവാക്കുന്നത്. അപ്പോൾ IMA അപ്പോയിൻറ്റ് ചെയ്യുന്ന വക്കീലന്മാരാണ് അവിടെ കേസ് നടത്താൻ വരിക. അതിൻ്റെ ചിലവ് വഹിക്കുന്നത് IMA ആണ്. അതാണ് ഇവിടുത്തെ ഒരു 2 തട്ടിലാണ് നിൽക്കുന്നത്. അതായത് നെഗ്ലിജൻസ് ചെയ്ത ആൾക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായി അവരുടെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു IMA എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ഉണ്ടാവുകയും, അതേസമയം ഇവിടെ ദുരിതം അനുഭവിക്കുന്ന, അതിൻ്റെ ട്രോമ അനുഭവിക്കുന്ന, അതിൻ്റെ ഭാവി മൊത്തം ഈ സ്ത്രീയുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ, ഈ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ചികിത്സിക്കാനും
നോക്കാനും വേണ്ടിയിട്ട് ഈ കുടുംബം ഇനി നമുക്കറിയാലോ ലക്ഷങ്ങൾ വേണ്ടി വരും. ആരാണ് സഹായം ചെയ്യുക? സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സംഗതികളിലൊക്കെ ഇതൊക്കെ ഇൻവോക്ക് ചെയ്യാനും ഇതൊക്കെ ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ റൈറ്റ്സ് ഇവരുടെ വാങ്ങിച്ചു കൊടുത്ത് ഇവരെ കോമ്പൻസേറ്റ് ചെയ്ത് ഇവരെ കൃത്യമായി ഓരോരോ സ്റ്റേജിലും ഹെൽപ്പ് ചെയ്ത് ഒരുപക്ഷെ പല പല ഓപ്പറേഷൻസൊക്കെ ചെയ്ത് ഈ കുഞ്ഞിനെ ഏബിൾഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടേണ്ടി വരും കുടുംബം. ഒരുപാട് ആൾക്കാർ ഇവരെ സഹായിക്കേണ്ടി വരും. അപ്പോൾ ഒരു മൈറ്റി സ്റ്റേറ്റ് നമ്മളെ സഹായിക്കാനില്ല അവിടുത്തെ അങ്ങനെ ഒരു പ്രോബ്ലം. ഒരാളെ പീനലൈസ് ചെയ്താൽ മാത്രം പോരാ, അതായത് കുറ്റം ചെയ്ത ആളെ ശിക്ഷ മാത്രം പോരാ, ഇപ്പുറത്ത് സഫർ ചെയ്യുന്ന ആ വിക്ടിം എന്ന് തന്നെ പറയേണ്ടി വരും. മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ വിക്ടിമായി മാറിയ ആ കുടുംബം അവരെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രൊട്ടക്ഷനും നമ്മുടെ സംസ്ഥാനം നൽകേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നാണ്. അവിടെ വളരെ പുവറാണ് നമ്മുടെ നിയമങ്ങൾ, ഇല്ല എന്നല്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല വലിയ എമൗണ്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഇതിന് പേയ്മെൻറ്റ്. ഒരു മനുഷ്യന് ആ കുഞ്ഞ് നേരായ രീതിയിൽ, അത് നോർമലായ രീതിയിൽ ജനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ലോകത്തിന് ഏതൊക്കെ രീതിയിൽ സംഭാവന ചെയ്യില്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു ശാസ്ത്രജ്ഞനാവോ, ഒരു പ്രധാനമന്ത്രിയാവോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിൽ കയറോ, ഒരു ഡോക്ടറോ, നമുക്ക് പറയാൻ പറ്റില്ല. ആ കുഞ്ഞ് എന്താ കലാകാരനാവോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അതിനെ നമ്മൾ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക? എന്ത് വിലയിട്ടാണ്? അതിന് പകരം ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ഇനി ആ കുടുംബവും അവരുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇനി നടക്കേണ്ടുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു വല്ലാത്ത അവിടെയാണ് നിയമം വളരെ ദരിദ്രമായിരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം.